ആദം, ഞാൻ സാധാരണയിൽ കവിഞ്ഞ് ഉത്കണ്ഠാകുലനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സർ, തീർച്ചയായും ഞാൻ കാണുന്നത് അതാണ്. ഇത്രമാത്രം അതിശക്തമായ ഒരു അടിയൊഴുക്കലാണ് നാം അകപ്പെട്ടു പോയതെന്ന സത്യം തുടക്കത്തിലേ നമുക്ക് അറിയാൻ പാടില്ലായിരുന്നുവല്ലോ. ഇപ്പോൾ തന്നെ കൊള്ളയും കൊലപാതകവും നമുക്ക് കാണേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഞാൻ ഭയക്കുന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ ദർശിക്കാൻ കഴിയാത്ത, ആദിയും അന്തവും കണ്ടെത്താനാകാത്ത ഏറ്റവും ഭീകരമായ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ദുഷ്ടശക്തികൾ അവരുടെ പകർന്നാട്ടം തുടരുകയാണ്. ആ ദുഷ്ടശക്തികൾ ഉത്ഭവിച്ചതും കരുത്താർജിച്ചതും നമുക്ക് തികച്ചും അന്യമായ ഒരു കാലത്താണ്. നമ്മുടെ കാഴ്ചകൾക്കും നമ്മുടെ അന്വേഷണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു കാലത്തേക്കാണ് നാം ഇപ്പോൾ തിരിച്ചു പോകാനൊരുങ്ങുന്നത്. അന്ധവിശ്വാസവും അതിഭീകരതയും കൊടികുത്തിവാണ് ആ കാലം ഇവിടെ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. കാലം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയ അതിഭീകര ജീവികൾ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ വീണ്ടും അവതരിക്കുന്നു. കൊന്നും തിന്നും കലഹിച്ചിരുന്ന ആ ഭീകര സത്വങ്ങളുടെ നിഴലുകൾ നമ്മെ പിന്തുടരുന്നു. ഇതിനെ നേരിടണമെങ്കിൽ, അസാധ്യമെന്ന് നാം കരുതുന്ന ഈ വിഷജന്തുക്കളെ നേരിടണമെങ്കിൽ ഭയം നമ്മിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാകണം. ഈ പോരാട്ടം ജീവൻ വെച്ചുള്ള കളി തന്നെയാണ്. നമ്മുടെ മാത്രം ജീവനല്ല, നമ്മെ സ്നേഹിക്കുന്നവരുടെ കൂടി ജീവൻ വെച്ചാണ് നാം കളിക്കേണ്ടത്. ആദം, എല്ലാ അർത്ഥത്തിലും ഒരഭയസ്ഥാനം എന്ന പോലെയാണ് നീ എന്നെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നതെന്ന ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാകണം. എൻ്റെ എല്ലാ പ്രവൃത്തികളും ഉത്തമ വിശ്വാസത്തോடு തന്നെ ആയിരിക്കും സാർ. ശരി, അങ്ങനെയെങ്കിൽ എല്ലാവിധത്തിലുമുള്ള ഭയപ്പാടിനെയും അകറ്റി നിർത്തി, ആ ഭയം എത്ര തന്നെ ഭീകരമായിരുന്നാലും ശരി, നാം സധൈര്യം മുന്നോട്ട് തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഒരിക്കൽ കൂടി നിന്നോട് ചോദിച്ചുറപ്പുവരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഡയാനാസ് ഗ്രോവിൽ സംഭവിച്ചതും നീ നേരിൽ കണ്ടതുമായ ഭീകരാനുഭവങ്ങളുടെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാം മുന്നോട്ട് പോകുന്നത്. അവിടെ നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങൾ ശരി തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ നിന്നും പറയുന്നതായതിനാൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. എങ്കിലും പ്രധാന വിഷയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ലേഡി ആരബെല്ല ആ നീഗ്രോയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മരണക്കിണറിനരികിലേക്ക് വലിച്ചുകൊണ്ടുവന്ന് അതിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നതും ശരി തന്നെയല്ലേ? അക്കാര്യവും 100% സത്യമാണ് സാർ. അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ ഞാൻ അവരെ സഹായിക്കാനായി ഓടിച്ചെല്ലുമായിരുന്നു. അപ്പോൾ നമുക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും പകൽ പോലെ നേരിട്ട് കണ്ടതും വിശ്വസിക്കാനാവുന്നതുമായ ഒരു ദൃക്സാക്ഷിയുണ്ട്. അത് നീയാണ്. ഇനി രണ്ടാമതായി, ലേഡി ആരബെല്ല അവരുടെ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്താണ്. ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല എന്നത് സത്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പായും പറയാനാവും. ഈ രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണം കള്ളമാണെന്ന് നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. എങ്കിൽ ഇവിടെ ലേഡി ആരബെല്ല ഒരു കള്ളിയാണെന്ന് പറയാം. അതാണ് ശരി. ഞാൻ വസ്തുതകൾ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. എങ്കിൽ നാം ആദ്യം കണ്ടെത്തേണ്ടത് അവർ ഇത്രയും സമർത്ഥമായി ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ചത് എന്തിനാണെന്നാണ്. ഊലങ്കയെ ഇനി അവർക്ക് ഭയക്കേണ്ടതില്ല. കാരണം അവൻ ഈ ലോകത്തു നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉലങ്കയുടെ തിരോധാനത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് അവർക്ക് മറ്റാരെയോ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആ ആരോ ഒരാൾ ഏതായാലും നീയല്ലെന്ന് വ്യക്തമാണ്. കാരണം അവിടെ നടന്നതിനെല്ലാം നീ ദൃക്സാക്ഷിയാണ്. നിങ്ങൾ 3 പേരുമല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നതുമില്ല. അങ്ങനെയെങ്കിൽ അവിടെ ആ സമയത്തില്ലാതിരുന്ന മറ്റാരെയോ ബോധ്യപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. സർ, അങ്ങയുടെ നിഗമനം തീർത്തും ശരി തന്നെയാണ്. ഞാൻ ഊഹിക്കുന്നത് അവർ നല്ല പിള്ള ചമയാൻ പരിശ്രമിക്കുന്നത് മറ്റാരുടെയും മുന്നിലല്ല, സാക്ഷാൽ എഡ്ഗാർ കാസ്വാളിന് മുന്നിലാണെന്ന് തന്നെയാണ്. ഈ സംശയം നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി അദ്ദേഹം മാത്രമാണ്. ആ ആഫ്രിക്കക്കാരൻ്റെ കൊലപാതകം മാത്രമല്ല, മറ്റു കാര്യങ്ങളിലും ലേഡി ആരബെല്ല പറയുന്ന കഥകൾ പൂർണ്ണമായും നുണയാണെന്ന് വ്യക്തമാണ്. അവൻ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടാനിടയായ സാഹചര്യം അവൻ്റെ തന്നെ പ്രവൃത്തികളുടെ അനന്തരഫലമാണെന്ന് സമർത്ഥിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ബുദ്ധിമതിയായ അവർ ഇത്തരത്തിൽ പരിശ്രമിക്കുന്നത് അവിടെ നടന്ന എല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്ന നിന്നെ മാത്രം ബോധ്യപ്പെടുത്താനാണെന്ന് ചിന്തിക്കാനാവില്ല. ഇക്കഥ നാട്ടിൽ പ്രചരിച്ചാൽ അവർ കുറ്റവാളിയാകുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പരിചയമായി നിന്നെ മുന്നിൽ നിർത്തി കളിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അത്തരമൊരു അംഗീകാരം നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുൻകൂട്ടി ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി നിനക്ക് കൊടുത്തയച്ചത്. അങ്ങയുടെ നിഗമനം ശരി തന്നെയാണ്. അസത്യങ്ങളായ മറ്റു കാര്യങ്ങളും നാം കാണാതെ പോയിക്കൂടാ. അത്തരത്തിലൊന്നാണ് രത്നങ്ങൾ പതിപ്പിച്ച ആ രോമക്കോളറിൻ്റെ കഥ. ആ മുറിയിൽ നിറഞ്ഞു നിന്ന പച്ച വെളിച്ചത്തെക്കുറിച്ചുള്ള ഏതൊരു അന്വേഷണത്തെയും തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു തന്ത്രമാണ് അവരുടെ വജ്രാങ്കിതമായ രോമക്കോളറിൻ്റെ കഥ. യാതൊരു തരത്തിലും മുൻവിധികൾ വെച്ച് പുലർത്താതെ സമീപിച്ചാൽ ഏതൊരു മനുഷ്യനും പകൽ പോലെ വ്യക്തമാകുന്നതാണ് ആ പച്ച വെളിച്ചം പുറത്തേക്ക് വമിച്ചിരുന്നത് കിണറ്റിനുള്ളിൽ വസിക്കുന്ന ആ രാക്ഷസരൂപിയായ സർപ്പത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് തന്നെയാണെന്ന്.
ഇവിടെ ലേഡി ആരബെല്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭീകരസർപ്പം ഡയാനാസ് ഗ്രോവിലെ പാതാള കിണറിൽ ഇല്ലെന്ന് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. അവർ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ്. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ അർദ്ധസത്യങ്ങളെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയല്ല. ഒരാളിൻ്റെ സത്യസന്ധതയെ മനസ്സിലാക്കാൻ അയാളുടെ പുറംപൂച്ചിനെ മാത്രം അവലംബിക്കാനും ഞാൻ ഒരുക്കമല്ല. നുണ പറയുന്ന ഒരു മനുഷ്യൻ ഏതവസരത്തിലായാലും നുണയൻ തന്നെയാണ്. തൻ്റെ സ്വാർത്ഥതയെ അരക്കെട്ടുറപ്പിക്കാനായി അയാൾ തൻ്റെ നാവിനെ ഏതറ്റം വരെയും വലിച്ചു നീട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തു നുണയും അവർ പ്രചരിപ്പിക്കാൻ തയ്യാറാവും. ഒരിക്കൽ നുണയനെന്ന് പേര് കേട്ട ഒരാളുടെ പിന്നീടുള്ള ഏതൊരു വർത്തമാനവും ശുദ്ധ നുണയായിട്ട് മാത്രമേ ജനങ്ങൾ എടുക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാനാകുന്നത് ഡയാനാസ് ഗ്രോവിലെ ആ പാതാള കിണറിനുള്ളിൽ അത്തരത്തിലൊരു ഭീകരജീവി വസിക്കുന്നില്ലെന്ന് ലേഡി ആരബെല്ല സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതുണ്ടെന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആദം, ഞാൻ വസ്തുതകളെ ഒന്നുകൂടി അതിൻ്റെ തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നതും വളരെ കാലമായി താമസമാക്കിയിട്ടുള്ളതും ഡെർബിഷെയറിലാണെന്ന് നിനക്കറിയാം. ഈ ഡെർബിഷെയർ ഇംഗ്ലണ്ടിലെ മറ്റേതൊരു പ്രവിശ്യയെക്കാളും പ്രാചീന ഗുഹകളുടെ കാര്യത്തിൽ പ്രസിദ്ധവുമാണ്. ചരിത്രപ്രസിദ്ധമായ ഈ ഗുഹകളെല്ലാം തന്നെ ഒട്ടനവധി പ്രാവശ്യമെങ്കിലും ഞാൻ സന്ദർശിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ അതെല്ലാം എനിക്ക് സുപരിചിതവുമാണ്. ഇവിടുത്തെ മാത്രമല്ല, കെൻറ്റുക്കി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ പ്രാചീന ഗുഹകൾ സന്ദർശിക്കാനും പഠിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഈ ഗുഹകളുടെ എല്ലാം അവസാന ഭാഗത്ത് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഗർത്തങ്ങളുണ്ടെന്നാണ് അനുമാനം. കാരണം ഈ ഗർത്തങ്ങൾ അന്വേഷിച്ച് ഗുഹയിലേക്ക് പോയവരാരും ഇന്നേ വരെ തിരികെ എത്തിയിട്ടില്ല എന്ന സത്യം കൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് ബോധ്യമാകുന്നത്. നമ്മുടെ പീക്കിലുള്ള ഇത്തരം ഗുഹകളിൽ മിക്കതും പ്രാചീന കാലത്ത് കൂറ്റൻ വിഷസർപ്പങ്ങളുടെ മാളങ്ങളായിരുന്നു എന്ന കാര്യം എനിക്കുറപ്പിച്ച് പറയാനാവും. ഞാനത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഇത്തരം ഗുഹകൾ രൂപം കൊള്ളുന്നത് ഭൂമിയുടെ അന്തർഭാഗത്ത് നടക്കുന്ന ചില മാറ്റങ്ങളുടെ പരിണിത ഫലമായിട്ടാണ്. ആ ഗുഹകളെ പിന്നീട് ഇത്തരം ഭീകരസർപ്പങ്ങൾ തങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റുന്നു. ഇവറ്റകളിൽ നല്ലൊരു പങ്കും ജലജീവികളാണെങ്കിലും ഈ ഗുഹകൾ അവരുടെ പ്രധാന താവളങ്ങളായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. പ്രകൃതിയുടെ വികൃതികൾ ഉൾക്കൊള്ളാൻ നാം ഒരിക്കലും തയ്യാറാകുന്നില്ല എന്നതാണത്. ഏത് വിശ്വാസത്തിൻ്റെ പേരിലായാലും ശരി, നാം അത്തരം ചിന്താഗതികളെ അംഗീകരിക്കുന്നുമില്ല. എന്നാൽ ഈ പ്രകൃതിയിലുള്ള ജീവികളുടെ ആകൃതിയിലും വലിപ്പത്തിലും കാലാന്തരത്തിൽ പ്രകൃതി തന്നെ കൂട്ടലും കുറയ്ക്കലും നടത്തുന്നുവെന്നതാണ് സത്യം. പരിണാമം അലംഘനീയമായ ഒരു പ്രകൃതി നിയമമാണ്. ജീവജാലങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നുണ്ടെന്നുള്ള സത്യം ശാസ്ത്രം ഊന്നി പറയുമ്പോഴും മതവിശ്വാസങ്ങളുടെ പേരിൽ നാം അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രം. അങ്ങനെയെങ്കിൽ അതിഭീമാകാരന്മാരായി ഈ ഭൂമിയെ അടക്കി വാണിരുന്ന ജീവികളിൽ പ്രകൃതി കാലാനുസാരമായി ഉണ്ടാക്കിയ മാറ്റങ്ങളുടെ ഫലമായി അവ ഇപ്പോഴും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ലെന്ന് ആർക്ക് പറയാനാകും? ഒരു ജീവിയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും വളർച്ച ഒരു ഘട്ടത്തിൽ നിലയ്ക്കുമ്പോൾ അതിൻ്റെ തലച്ചോറ് പിന്നെയും വളരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ, പരിണാമം ജീവിവർഗങ്ങളുടെ ഘടനയെ മാറ്റുന്നുണ്ടെന്ന വസ്തുത അലംഘനീയമായ ഒന്നാണ്. ഇന്നത്തെ ശാസ്ത്രയുഗത്തിൽ നാം ഓരോന്നിനും തെളിവുകൾ തേടുമ്പോഴാണ് ഈ പ്രശ്നത്തെ നാം അവഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ഇത്തരം മാറ്റങ്ങളെ നാം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഇവിടെ വലിപ്പം കൂടിയ നിലയിൽ നിന്നും വലിപ്പം കുറഞ്ഞ നിലയിലേക്ക് ഒരു ജീവി പരിണമിക്കുമ്പോൾ അതിന് സാന്ദ്രത കൂടുകയും തലച്ചോറ് വികസിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി നമുക്ക് ചരിത്രപ്രസിദ്ധമായ ലാംഡൺ സർപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ഹ്യൂഗിലെ സ്പിൻഡിൽസ്റ്റൺ സർപ്പത്തിൻ്റെയോ കാര്യമെടുക്കാം. ഇതിഹാസ കഥകളിൽ പരാമർശിക്കുന്ന ഇത്തരം സർപ്പങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവ ആയിരുന്നെങ്കിൽ കാലത്തിൻ്റെ പരിണാമ പ്രക്രിയയിൽ അത് പങ്കാളിയാവുകയും അതിൻ്റെ ശരീരം ചെറുതാവുകയും തലച്ചോറ് വികസിച്ച് ബുദ്ധി പരമകാഷ്ഠയിലെത്തുകയും ചെയ്തിട്ടുണ്ടാവണം. ഇത്തരമൊരു മാറ്റത്തിലൂടെ ഒരു ജീവിവംശത്തിൽ നിന്ന് മറ്റൊന്ന് ഉടലെടുത്തുവെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ വലിപ്പവും ബുദ്ധിവികാസവും പ്രാപിച്ച ഒരു പുതിയ ജീവി, ആത്മാവോ ധാർമ്മികതയോ ഒന്നും ബാധകമല്ലാത്ത ഒരു പുതിയ ജീവി ഉടലെടുക്കുന്നു. ഒരു വേള ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലാംഡൺ സർപ്പത്തെ പോലുള്ള ഒന്നിനാണ് ഇത്തരമൊരു പരിണാമം സംഭവിക്കുന്നതെന്ന് നാം ആലോചിച്ചു നോക്കുക. അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചും ചിന്തിച്ചു നോക്കുക. ഈ ലോകത്തെ ഒന്നായി വിഴുങ്ങാൻ മാത്രം കരുത്ത് അതിനുണ്ടായിരിക്കും. ആദം, ഈ ചർച്ച നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. വൈകുന്നേരം നമുക്ക് വീണ്ടും ഇരിക്കാം. അപ്പോഴേക്കും നമ്മുടെ മനസ്സും ശരീരവും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തമായിരിക്കും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിലേക്ക് ആണ്ടിറങ്ങുകയും ചെയ്യാം. അതല്ലേ ശരി? ഞാനത് അംഗീകരിക്കുന്നു. ഇപ്പോൾ തന്നെ കരകയറാനാകാത്ത ഒരു ചുഴിയിൽപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. എങ്കിലും താങ്കൾക്ക് പറയാനുള്ളതെല്ലാം തന്നെ എനിക്ക് കേൾക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, അതെല്ലാം എനിക്ക് സ്വായത്തമാക്കുകയും വേണം. സർ, അപ്പോൾ വൈകുന്നേരം വീണ്ടും നമുക്ക് ഇവിടെ തന്നെ ഒത്തുകൂടാം. വൈകുന്നേരമായപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടുതൽ ഉന്മേഷവും ഉണർവും കൈവരിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും നിലവിലുള്ള അറിവുകളിലേക്ക് കൂടുതൽ പങ്കുവയ്ക്കാൻ വിഷയങ്ങളും ആവശ്യത്തിനുണ്ടായിരുന്നു. ആദം എപ്പോഴും തൻ്റെ പ്രായം ചെന്ന സുഹൃത്തിനേക്കാൾ കായിക ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്നതിനാൽ ചർച്ചയിൽ എപ്പോഴും ആദത്തിൻ്റെ വാദങ്ങൾക്ക് ഒരു മുൻതൂക്കം കിട്ടിയിരുന്നു. ചിരപരിചിതനായ നഥാനിയേലാകട്ടെ തൻ്റെ നയതന്ത്രമെടുക്കുകൊണ്ട് ഈ സാഹചര്യത്തെ തനിക്കുകൂടി മുൻതൂക്കം ലഭിക്കത്തക്ക വിധം പരിവർത്തനം ചെയ്യുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ആദം, നാം നമ്മുടെ മുന്നിലുള്ള വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ ദീർഘമായി കൂടിയാലോചിച്ചിരിക്കുന്നു. ഇനിയും ഇക്കാര്യത്തിൽ നീ എത്തിച്ചേരുന്ന നിഗമനം എന്താണെന്ന് പറയൂ. അടുത്ത ഘട്ടം ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ടെന്ന പോലെ സർ നഥാനിയേൽ ആദമിനോട് ചോദിച്ചു. സർ, ഞാൻ ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്ന പദ്ധതിയെ പിന്നോട്ട് വലിക്കുന്ന നിരവധി ഘടകങ്ങളാണ് മുന്നിലുള്ളത്. ഇത്തരം തടസ്സങ്ങളെക്കുറിച്ച് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്ത് പദ്ധതിയാണ് നീ ആവിഷ്കരിച്ചിരിക്കുന്നത്? ആ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം തടസ്സങ്ങളാണ് നീ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? ഇക്കാര്യത്തിൽ നീയുമായി ഒരു തർക്കം നടത്താൻ ഞാൻ ഒരുക്കമല്ല. എന്നാൽ എൻ്റെ ചിന്തകളുമായി അതെല്ലാം എത്രമാത്രം ഒത്തുപോകുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. ആദം തൻ്റെ കണ്ടെത്തലുകൾ വിവരിച്ചു തുടങ്ങി. സർ, ചരിത്രാതീത കാലത്തിനു മുമ്പ് എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഭൂമിയിൽ 1000-കണക്കിന് വർഷങ്ങൾ ആയുസ്സുണ്ടായിരുന്ന ഭീമാകാരന്മാരായ സർപ്പങ്ങൾ ജീവിച്ചിരുന്നു. കാലത്തിൻ്റെ പരിണാമത്തിൽപ്പെട്ട് നാശോന്മുഖമാകാതെ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഈ പ്രകൃതിയിൽ നിലനിൽക്കുകയും പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ ശരീരഭാരം കുറയുകയും അതിനനുസരിച്ച് ബുദ്ധി വികസിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. ഞാൻ സൂചിപ്പിച്ച വിധം വികാസം പ്രാപിച്ച ഒരു സർപ്പം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അധിവസിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി അതുമാത്രമായിരിക്കും. ഇംഗ്ലണ്ടിലെ അതിവിശാലമായ കിഴക്കൻ ചതുപ്പ് നിലങ്ങളിൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നുവെന്നും അത് കാലാന്തരത്തിൽ ഡയാനാസ് ഗ്രോവിനെ തൻ്റെ താവളമാക്കിയതായും നിരവധി കഥകൾ ഇന്നും ഈ നാട്ടിൽ പാട്ടാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നാട്ടുകാർ ഡയാനാസ് ഗ്രോവിനെ വെള്ളസർപ്പത്തിൻ്റെ മടയെന്ന് വിളിക്കുന്നത്. പരിണാമം പിന്നെയും അതിനെ പരിവർത്തനം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ആ ജീവി മനുഷ്യരൂപത്തിലേക്ക് പരിണാമം സംഭവിച്ചിട്ടുണ്ടാകാം. ലേഡി ആരബെല്ലയുടെ ശരീരഭാഷയും പ്രകൃതവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അവരിൽ സർപ്പസ്വഭാവം വളരെ കൂടുതലുണ്ടെന്ന് തന്നെയാണ്. നാം മനസ്സിലാക്കിയിടത്തോളം അവർ ഒട്ടനവധി ക്രൂരതകൾ ചെയ്തു കൂട്ടിയിട്ടുമുണ്ട്. മാത്രവുമല്ല, കാഴ്ചയിൽ അവർ ദുർബലയായ ഒരു സ്ത്രീയാണെങ്കിലും അവരിൽ പ്രകൃതിയുടെ ആദിമകാലത്തെ അനുസ്മരിപ്പിക്കും വിധം അസാധാരണമായ കായബലം നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അവരുടെ ശരീരത്തിന് മനുഷ്യ ശരീരത്തിൽ നിന്നും വിഭിന്നമായി ചൂണ്ടിക്കാണിക്കാവുന്ന പ്രത്യേകതകൾ ഇനിയുമുണ്ട്. അവരുടെ കണ്ണുകൾ അത് വിളിച്ചു പറയുന്നു. സർപ്പങ്ങളുടെ കണ്ണുകൾ പോലെ അത് സദാസമയവും വെട്ടിത്തിളങ്ങുന്നു. ഇരുട്ടിലും അനായാസേന അവർ നടന്നു നീങ്ങുന്നു. ആദ്യം അവർ ഊലങ്കിയെ തൻ്റെ അഭീഷ്ട കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. പിന്നീട് അവനെ എത്ര അനായാസേനയാണ് ആ മരണക്കിണറിലേക്ക് അവർ വലിച്ചെറിഞ്ഞത്. സർ, ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാനാവും. അവർ എല്ലാ ദുഷ്ടതകളുടെയും ഇളനിലമായ മനുഷ്യരൂപമാണ്. നാം സ്നേഹിക്കുന്ന മനുഷ്യരോട് അടങ്ങാത്ത പകവെച്ച് പുലർത്തുന്നവരുമാണ്. അതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം. ഇത്രയും പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ ആദം നിർത്തി. ആകാംക്ഷ അടക്കി നിർത്താനാവാതെ നഥാനിയേൽ അയാളെ പറയാൻ പ്രോത്സാഹിപ്പിച്ചു. പറയൂ ആദം, എന്താണ് അതിൻ്റെയൊക്കെ ആത്യന്തിക ഫലം? സർ, നാം ആദ്യം ചെയ്യേണ്ടത് മിമ വാറ്റ്ഫോർഡിനെ ഇവിടെ നിന്നും എത്രയും വേഗം മറ്റെവിടേക്കെങ്കിലും മാറ്റി നിർത്തുക എന്നതാണ്. എന്നിട്ട് വേണം. ആദം തൻ്റെ സംസാരം വീണ്ടും നിർത്തി. നഥാനിയേൽ പ്രോത്സാഹിപ്പിച്ചു. പറയൂ ആദം, പിന്നെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അക്കാര്യത്തിൽ എന്തിന് സംശയിക്കണം? ആ ദുഷ്ടശക്തിയെ എന്നേക്കുമായി നമുക്ക് ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ ആദം തികച്ചും ഗൗരവ പ്രകൃതിയിലായിരുന്നു. തീർച്ചയായും ആദം, നീ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി നാം ഏതറ്റം വരെയും പോരാടേണ്ടിയിരിക്കുന്നു. അതിനായി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നാം ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. സർ, അങ്ങ് അതിനായി തിടുക്കം കൂട്ടുകയാണോ? അതേ ആദം, അത് എത്രയും വേഗം തന്നെ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് അപകടമാണ്. ആ ജീവിയുടെ ഈ ഭൂമിയിലുള്ള വാസം മനുഷ്യകുലത്തിന് തന്നെ ഭീഷണിയാണ്. അവരിപ്പോഴുള്ളത് നമ്മുടെ പരിസരത്ത് തന്നെയാണ്. അത് അപകടത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. നഥാനിയേൽ യാതൊരു ആശങ്കയുമില്ലാതെ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. ഒരിക്കലും നിഷേധിക്കാനാവാത്തതും തികച്ചും അലോസരങ്ങളുണ്ടാക്കുന്നതുമായ ഏതാനും വസ്തുതകളുടെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങിയാണ് നഥാനിയേൽ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിശ്ചയദാർഢ്യവും ഗാംഭീര്യവും ഒന്നുപോലെ പ്രകടമായിരുന്നു. ഓരോ വാചകങ്ങൾ പൂർത്തിയാക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ 100 കണക്കിന് ചുളിവുകൾ പ്രത്യക്ഷപ്പെടുകയും പുരികങ്ങൾ കൂട്ടിമുട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. നഥാനിയേലിനെ പോലെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ കൂടെ കിട്ടിയതിൽ ആദം അഭിമാനിച്ചു. അദ്ദേഹം ഏത് സാഹചര്യത്തിലും തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ആദത്തിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാനും കഴിയത്തില്ലെന്ന തിരിച്ചറിവും ആ യുവാവിൽ രൂഢമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും നിയമവശങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ലേഡി ആരബെല്ല ഒരു പിശാചോ സർപ്പമോ ഭീകരസത്വമോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ അവർ ജീവിക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീയായി ബ്രിട്ടീഷ് മണ്ണിലാണ്. അവരുടെ തന്നെ സ്വന്തമായ ഭൂമിയിലുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും നിയമത്തിൻ്റെ പരിരക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട്.
ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കുമ്പോഴും അത്തരമൊരു ജാഗ്രത മുന്നിലുണ്ടാകണമെന്ന കാര്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും വലിയ നിർബന്ധമുണ്ടായിരുന്നു. വന്യവയോധികനായ തൻ്റെ മുതുമുത്തച്ഛനെ ഓർത്ത്, മിമ വാട്ട്ഫോർഡിനെ ഓർത്ത്, എല്ലാറ്റിനും ഉപരിയായി തൻ്റെ തന്നെ ജീവനെ കരുതി വളരെ ശ്രദ്ധയോടെ മാത്രമേ മുന്നോട്ട് ചുവടുവെക്കാനാവൂവെന്ന് ആദത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയും ചെയ്യേണ്ടുന്ന സന്ദർഭമെത്തിയപ്പോൾ തൻ്റെ സഹപ്രവർത്തകനായ സർ നഥാനിയലിൻ്റെ മുഖത്ത് പരിഭ്രമവും ചാഞ്ചാട്ടവും ദൃശ്യമാകുന്നുണ്ടോ എന്ന് പോലും ആദം സംശയിച്ചു. എങ്കിലും ആദം സർ നഥാനിയലിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുകയും ചെയ്തിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കാണ് അയാൾ മുഖ്യ പരിഗണന നൽകിയിരുന്നത്. ആദം പതുക്കെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അദ്ദേഹം നഥാനിയൽ ഇരുന്നിടത്തേക്ക് നടന്നെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, സർ, നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന മറ്റു പൊതുവായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ഈ മുഖ്യ വിഷയത്തിലേക്ക് തിരിച്ചെത്താം. ആ പിശാചിനെ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള ഒരു കർമ്മപദ്ധതി നമുക്ക് തയ്യാറാക്കാനായി രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും. ഹാളിൽ മുത്തച്ഛൻ്റെ കാലൊച്ചകൾ കേൾക്കുന്നത് പോലെ. സർ നഥാനിയലും അത് കേട്ടിരുന്നു. അദ്ദേഹം ആദമിൻ്റെ അഭിപ്രായം തലകുലുക്കി സമ്മതിച്ചു.